ഹലോ ഹായ്. അപ്പം നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ഇന്നലെ രാത്രി കൊടൈക്കനാൽ വന്നു 2 മണിയായപ്പം ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പം ഇനി നമ്മൾ നേരെ ഗുണ കേവ് ഇവിടെ നമ്മളിപ്പോൾ വെക്കേറ്റ് ചെയ്യുക. ഇത് വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത റൂമാണ്. പക്ഷെ നമ്മൾ തൽക്കാലം വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം കിടക്കാം, കുഴപ്പമൊന്നുമില്ല. 2 ബെഡ്റൂമൊക്കെ ഉണ്ട്. 2200 ഇവിടുത്തെ റേറ്റൊക്കെ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഗുണ കേവ് എല്ലാ സ്ഥലവും പോയി കാണാൻ പോവാണ്. ഈ തണുപ്പ് കാരണം വായേ ഉണക്കുക. ആണ്ടടി ഇവിടുത്തെ വെളുത്തുള്ളി മണ്ണീന്ന് നേരിട്ട് എടുത്തോണ്ട് വരുന്നുണ്ട്. ക്യാരറ്റ്, ബ്രൊക്കോളി മണ്ണീന്ന് നേരിട്ട് എടുത്തോണ്ട് വരുന്ന. നീ വെളുത്തുള്ളി ഇരിക്കുന്നു, നീ എടുത്ത് നോക്കി ഇതായി നോക്കടി. കലൂരുണ്ടാക്കിയ ചാമിനേക്കായി കൊള്ളാലേ. നല്ല ഓറഞ്ച് അടി ഫ്രഷ് വാങ്ങിട്ട് പോയാലോ. നമ്മുടെ മലയാളികളുടെ ഒരു കട കണ്ടെത്തിയിട്ടുണ്ട് നമ്മള്. ഇവിടെ നമുക്ക് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ ഒരു മലയാളി, നമ്മൾ എവിടെ പോയാലും നമ്മുടെ മലയാളി തട്ടുകട മറന്നു പോകത്തില്ല അല്ലേ? പറഞ്ഞോ. ഫുഡ് കഴിക്കാൻ നേരം വെളുത്തവിടെ ഞാൻ ബിരിയാണി പോരാ. മതി 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 മതി. ഈ എവിടെ തൊടല്ലേ ആദി. ഒടുക്കത്തെ തിരക്കുള്ള ഒരു കട. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സീറ്റ് പോലും നിൽക്കുന്നത്. പക്ഷെ ഫുഡ് കുഴപ്പമില്ല. അപ്പം മസാല ദോശയ്ക്ക് നമ്മൾ 15 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ കൊടൈക്കനാല് പാർക്ക് ഗുണക്കേവൊക്കെ പോകുന്നതിന് മുമ്പാണ് ഈ റെസ്റ്റോറൻറ്റ്. മലയാളി ഹോട്ടലാണ്, പറയാതിരിക്കാൻ വയ്യ. നല്ല മസാല ദോശ എല്ലായിരുന്നു. പെട്ടെന്ന് ഇവിടുത്തെ സാധനങ്ങളൊക്കെ തീർന്നു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ബ്രയാൻ പാർക്കിലോട്ടാണ്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് ഇതേപോലെ കുറേ ഈ കൊടൈക്കനാലിൽ വന്ന ഈ പൂ ഇഷ്ടം പോലെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വെച്ചതാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയുടെ ഇതുകൊണ്ട് അത് ഉണങ്ങിപ്പോവും. അവിടെ ഇരിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടായിരിക്കുന്നത്. ഇവർ പറയുന്നത് ഇത്രയോ വർഷമൊക്കെ ഇതിരിക്കുമെന്ന്. കാരണം അവിടെ എപ്പോഴും തണുപ്പും വെയിലധികം ഇല്ല. നമ്മളിവിടുന്ന് ഒരു ഖഡ ആൻഡ് 2 ഗ്ലാസ്. നമ്മളിവിടെ വന്നാൽ കുറച്ച് പരിഷ്കാരിയാവും ലേഡി. എടാ നിൽക്കടാ. എന്തായാലും ഇപ്രാവശ്യം കൊടൈക്കനാലിൽ വന്നിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് നല്ലതായിരുന്നു. തണുപ്പും നല്ല മഴയുമായിരുന്നു. മഴ ആയതുകൊണ്ട് ഇങ്ങനെ കുട പിടിച്ച് പോകണമെന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു വൈബ് അടിപൊളിയാണ്. കാരണം നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ടൈമിലാണ് നല്ല രീതിയിൽ മഞ്ഞിങ്ങനെ വരുന്നത്. കൊടൈക്കനാലിൽ ഞങ്ങൾ വന്നിട്ട് ആദ്യമായിട്ട് എത്രയും മഴ പെയ്ത് അടിപൊളി. ശരിയാവും. നമുക്ക് ഈ പാർക്കിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഫീ ഒക്കെ ഉണ്ട്. 130 രൂപയാണ് നമുക്ക് എല്ലാവർക്കും കൂടി ആയത്. പിള്ളേർക്ക് 2 പേർക്കും കൂടെ ചേർത്തിട്ട് ഒറ്റ ടിക്കറ്റാണ് എടുത്തത്. അങ്ങനെ ഇവിടെ അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ കാണാനുള്ളത്. ഏകദേശം കൊടൈക്കനാലിൽ 7500ഓളം അടി മുകളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അത്രയും. പിന്നെ നമ്മൾ വന്നപ്പോൾ മഴയായിരുന്നു, അതിൻ്റെ ഒരു ഭംഗി വേറെ. ഈ താഴോട്ട് കാണുന്ന ഒരുപാട് മലനിരകൾ, മഞ്ഞ്, മഴ, പിന്നെ അങ്ങനെ അതിമനോഹരമാണ് നമ്മുടെ കൊടൈക്കനാൽ. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓരോരുത്തരും നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ ടൂറിന് പോകും. അപ്പോൾ ഈ കൊടൈക്കനാൽ, ഊട്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് അവർ ടൂറിന് പോകുന്നത്. അന്ന് നമ്മുടെ വീട്ടിൽ നിന്നൊന്നും വിട്ടിട്ടില്ല. അനിയത്തി വിട്ടിട്ടുണ്ട്. എന്നെ ഞാൻ കരഞ്ഞു പറഞ്ഞാലും എന്നെ വിടത്തില്ല. കാരണം അവരുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ടൂറിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പറ്റും. കാരണം അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ടൂറിന് പോയിട്ടേ ഇല്ല. പക്ഷേ ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞൊക്കെ ആയതിന് ശേഷമാണ് ഞങ്ങൾ ഇത്രയധികം
ടൂറിന് പോകാനായാലും എല്ലാം തുടങ്ങിയത്. ഇപ്പം നമുക്ക് ഞങ്ങൾ കാണാത്ത സ്ഥലങ്ങളില്ല, കാരണം അത്രയ്ക്കും പണ്ട് ആഗ്രഹിച്ചതിനപ്പുറം ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമുക്കിപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ പോകാനായാലും നമുക്കൊരു മടിയില്ല. അത്രയ്ക്ക് ട്രാവലിനെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാനായാലും അൻഷേട്ടനായാലും. പിന്നെ ഈ കൊടൈക്കനാലിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കണം, ഈ വെള്ള കളറിലുള്ള ചോക്ലേറ്റ്. അത് അനിയത്തി തമിഴ്നാട്ടിൽ നിന്നപ്പോൾ കൊടൈക്കനാലിൽ പോയ അവരുടെ താഴത്തെ നേറ്റീവൊക്കെ കൊണ്ടു കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പറഞ്ഞു ഇവിടെ വരുമ്പോൾ വാങ്ങിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച് നല്ല ടേസ്റ്റായിരുന്നു. ഇതിനകത്ത് നട്ട്സൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. 60 രൂപ. നീ ഏതൊക്കെ എടുത്തേ? പപ്പായ ലാവണ്ടർ, അടിപൊളി സ്മെല്ലാട്ടോ. നല്ല എടുക്കണേ, 5 ലിറ്റർ ക്യാൻ. ഇതാ കുട എടുത്ത്